കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2 തിമോഥെയോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത് വാക്യം. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നത്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിന് ശരണപ്പെടുന്നത്. തിമോഥെയോസ് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത ഒരു ക്രിസ്തയേശുവിൻ്റെ ഒരു നല്ല പഠനം ഉണ്ടായിരിക്കേണ്ട ചില യോഗ്യതകളെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് തിമോഥെയോസ് ലേഖനം നമുക്കറിയാം, അതൊരു ഇടയ ലേഖനമാണ്. ഇടയന്മാർക്ക് അല്ലെങ്കിൽ പാസ്റ്റേഴ്സിന് വേണ്ടി എഴുതപ്പെട്ട ഒരു ലേഖനമാണ്. എന്നാൽ ചില വാക്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസി അല്ലെങ്കിൽ ഒരു ദൈവ പൈതൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ അംഗമായി തീർന്നിരിക്കുന്ന ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചില കോമൺ ആയിട്ടുള്ള സന്ദേശങ്ങൾ ഈ ലേഖനത്തിനകത്ത് ശ്രദ്ധേയമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതിലൊരു ഭാഗമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെച്ചത്. സ്തോത്രം. തിമോഥെയോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. തിമോഥെയോസിനോട് പറയുന്നൊരു ഭാഗമാണ് സകലത്തിലും ബുദ്ധി നൽകുന്ന ഒരു ദൈവം. എന്താണ് അതിൻ്റെ അർത്ഥം? പലപ്പോഴും ഈ കാലത്ത് നമ്മുടെ ഈ സ്തോത്രം മനുഷ്യ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബുദ്ധി നഷ്ടപ്പെടുക. എന്താണ് ഈ ബുദ്ധി എന്ന് പറയുന്നത്? തിരുവചനത്തോടുള്ള കണക്ട് ചെയ്ത് ബൈബിളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ അതിന് വേറൊരു വാക്കിനകത്ത് നമുക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യാൻ പറ്റും. വിവേകം, പരിജ്ഞാനം, തിരിച്ചറിവ്, വകതിരിവ്, ഇങ്ങനെയൊക്കെയുള്ള പല പ്രയോഗങ്ങൾ അതിനകത്തുണ്ട്. ബുദ്ധി എന്ന് പറയുന്നത് ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അതിൻ്റേതായ ബുദ്ധികൾ നമുക്ക് ലഭ്യമാകാറുണ്ട്. എന്നാൽ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ, ഒരു സഭയിൽ, ഒരു ദേശത്തിൽ ആയിരിക്കുന്ന മേഖലകൾക്കകത്ത് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആരോട് എങ്ങനെ, എന്ത്, ഏത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ കേൾക്കുന്ന ന്യൂസുകൾ നമുക്കറിയാം അല്ലേ. കൊലപാതകം ചെയ്യുന്നവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ, സ്തോത്രം, പീഡന കേസുകളിൽ പ്രതിയാകുന്നവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ, പ്രൈസിലെ കഴിവില്ലാത്തവരല്ല, ബുദ്ധിയില്ലാത്തവരല്ല, ജ്ഞാനികളാണ്. MBBS പഠിച്ച ഡോക്ടേഴ്സ് അല്ലെങ്കിൽ MBBS കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇല്ലെങ്കിൽ എൻജിനീയറിംഗ് കഴിഞ്ഞവർ, സ്തോത്രം, അല്ലെങ്കിൽ മോഷണത്തിൽ പ്രതിയാകുന്ന, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേഖലകൾക്കകത്ത് വൈദഗ്ധ്യം തെളിയിച്ചവരാണ് പല കേസുകളിൽ ഇന്ന് കുരുങ്ങിപ്പോകുന്നത്. അല്ലെങ്കിൽ പല കേസുകളിൽ അവർ പെട്ടുപോകുകയാണ്. മനഃപൂർവ്വമായിരിക്കാം, സാഹചര്യമായിരിക്കാം. എനിവേ നമുക്കതിനകത്ത് മറുപടി പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താ ഈ എന്താ ഈ നടക്കുന്നത്? ഇന്ന് വിവേകമില്ലാഞ്ഞിട്ടാണ്, ഇല്ലെങ്കിൽ ബുദ്ധിയില്ലെന്ന്, നല്ല വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണ്. ഏറ്റവും നല്ല വിദ്യാസമ്പന്നമായ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാനം. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെല്ലാം മികച്ചതാണ്. പക്ഷേ എവിടെയാ പറ്റിയത്, എവിടെയാ ഈ തെറ്റ് പറ്റിയത് എന്ന് ചോദിച്ചാൽ, ദൈവിക ജ്ഞാനത്തെ കടത്തിവെട്ടുന്ന മാനുഷിക ബുദ്ധികൾ എവിടെയാണോ വെളിപ്പെട്ടു വരുന്നത് അവിടെ എല്ലാ അബദ്ധങ്ങൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഈ വാക്യത്തിലൂടെ തിമോഥെയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ പറയുന്നത് നീ ചിന്തിച്ചു കൊള്ളുക, സകലത്തിലും ബുദ്ധി നൽകുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? ഈ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മക്കളോട് എങ്ങനെ പെരുമാറണം, ഭാര്യയോട്, ഭർത്താവിനോട്, സഭയിൽ വിശ്വാസികളോട്, പാസ്റ്ററോട്, അല്ല സഹോദരങ്ങളോട്, സ്തോത്രം, സമൂഹത്തിൽ അല്ല നമ്മളായിരിക്കുന്ന വിവിധ മേഖലകളിൽ എങ്ങനെയാണ് നമ്മൾ ആയിരിക്കേണ്ടതെന്ന് ബുദ്ധി പറഞ്ഞു തരുന്ന ഒരുവനുണ്ട്. അവനാണ് നമ്മുടെ ദൈവം. അതാണ് പറഞ്ഞ സകലത്തിലും. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് തെറ്റ് ശരി എന്നുള്ളത് വിവേചനാത്മാവോടെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഇതിനെയാണ് ദൈവിക ജ്ഞാനമെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയാണ്. അതുകൊണ്ട് ആ ദൈവിക ജ്ഞാനത്തിൽ, ആ ദൈവിക
ദൈവിക ബുദ്ധിയിൽ മുന്നോട്ട് പോകുവാൻ കർത്താവിടെ വരുത്തട്ടെ. ഞാൻ വിശ്വസിക്കുന്ന സകലത്തിലും നമുക്ക് ബുദ്ധി പറഞ്ഞു തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമുക്ക് പിന്നെ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, ദൈവാശ്രയത്തോടെ കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുൽക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം കർത്താവിന് ദൈവിക ബുദ്ധിയോടെ, ദൈവിക ജ്ഞാനത്തോടെ, വിവേകത്തോടെ മുന്നോട്ട് പോകുവാൻ അവിടെ നിന്ന് കൃപ ചെയ്താണ്. സ്വർഗം അങ്ങനെ ചെയ്യും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.